ഇന്നത്തെ വീഡിയോ വീണ്ടും ഒരു നോമ്പ് തുറയാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ വണ്ടിയൊക്കെ എടുത്ത് ഇറങ്ങണം എന്ന് വെച്ചാൽ കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിൽ വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോയി. ഞാൻ വണ്ടി വിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ വണ്ടി 1 കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ടുപോയിട്ടാണ് നിർത്തുക. കാരണം എനിക്ക് പേടിയാണ് ആൾക്കാരെ ഇടയിൽ കൊണ്ട് നിർത്തുക. അങ്ങനെ പിന്നെ നോമ്പായിട്ട് തന്നെ വേണ്ട സാധനങ്ങൾ മാത്രം എടുത്തുകൊണ്ട് ഞാൻ നേരെ വീട്ടിലേക്ക് വിട്ടു. പിന്നെ ഈ സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ പാടെ എവിടെ വെക്കാന്നുള്ള കൺഫ്യൂഷനൊക്കെ എന്നും ഉണ്ടാവും. അങ്ങനെ അതൊക്കെ പാടെ ഒതുക്കി വെച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു. പിന്നെ തലേന്ന് രാത്രി യൂട്യൂബിൽ റെസിപ്പി വീഡിയോ കണ്ടിരുന്നു. അപ്പോൾ ഞാനും ഇന്ന് അത് ഉണ്ടാക്കി വിചാരിച്ചു. ഞങ്ങൾ അംഗസംഖ്യ കുറവാവട്ടെ തന്നെ കുറച്ച് മതി. അങ്ങനെ ഫസ്റ്റ് ബ്രെഡ് എടുത്തിട്ട് നമ്മൾ ബട്ടറിലിട്ടിട്ട് ടോസ്റ്റ് ചെയ്തു. ഞങ്ങളൊരു ചെറിയ ബ്രെഡ് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അവസാനം അത് നല്ല ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ നമുക്ക് കാര്യമായിട്ട് ഇന്ന് എണ്ണക്കടികളൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും ജ്യൂസും ഫ്രൂട്ട്സൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ബാങ്ക് കൊടുക്കാനായപ്പോൾ ഞാൻ നേരെ ടേബിൾമൊക്കെ പോയിരുന്നു. പിന്നെ ജ്യൂസൊക്കെ പറഞ്ഞ് ഫുൾ സെറ്റാക്കി. ഇനി ബാങ്ക് കൊടുത്താൽ മതി ഫുള്ള് കഴിക്കാൻ എഴുതിയിട്ടിരിക്കുന്നു. അങ്ങനെ അവസാനം ബാങ്ക് കൊടുത്തു. നമ്മൾ ഡേറ്റ്സ് വെച്ചിട്ട് നോമ്പ് തുറന്നു. പക്ഷേ എത്ര ഡേറ്റ്സ് ഉണ്ടെങ്കിലും ഞാൻ പകുതി കഴിക്കുള്ളൂ. പിന്നെ ഞാൻ നേരെ ജ്യൂസുമൊക്കെ പോകും. അങ്ങനെ ജ്യൂസ് 2-3 ഗ്ലാസ് കുടിച്ചതിന് ശേഷം എൻ്റെ ഫ്രഞ്ച് ഫ്രൈസ് ഞാൻ അടുത്ത് കഴിച്ചു. ഈ നേരത്തെ കഴിക്കുന്ന എല്ലാ സാധനങ്ങളും നല്ല അടിപൊളി ടേസ്റ്റ് ആക്കാരം. അത് വെസ്പോണ്ടാണെന്നൊക്കെ അറിയാം. അങ്ങനെ എൻ്റെ പാതി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അടുത്തതായിട്ട് ഈ സാൻഡ്വിച്ച് ട്രൈ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് കഴിച്ചപ്പോൾ അതൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മളൊരു 9 മണി 10 മണിയായപ്പോൾ നമ്മൾ മെയിൻ കോഴ്സ് എടുത്ത് കഴിച്ചു. ഇന്ന് ദോശയും ബീഫ് കറിയായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്രയുള്ള വീഡിയോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.